ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 342. നീലിമ സൂര്യയോടൊപ്പം അല്പസമയത്തിന് ശേഷം മുറി വിട്ടിറങ്ങിപ്പോയി. സൂര്യ അപ്പോഴും കിരൺ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. അത് നീലിമ കാണുകയും ചെയ്തു. സൂര്യയെ കൂടി അവൻ്റെ ശത്രുപട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി. കാരണം സൂര്യക്ക് കരിയറിൽ ഒരുപാട് സഹായങ്ങൾ കിരൺ ചെയ്യേണ്ടതുണ്ട്. സിദ്ധാർത്ഥിന്റെ ഓഫീസായിരുന്നാലും കിരണാണ് ഇപ്പോൾ അവിടുത്തെ MD. തീരുമാനങ്ങളെല്ലാം എടുക്കാൻ അയാൾക്ക് പ്രാപ്തിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അയാളെ പിണക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ കിരണിനെ ശ്രദ്ധിക്കാത്ത മട്ടിലാണ് നടന്നത്. സൂര്യ കിരൺ അവരെ നോക്കുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ നീലിമയോട് പറഞ്ഞു, കിരൺ സാർ നമ്മളെ തന്നെ നോക്കുന്നുണ്ടല്ലോ. നോട്ടം കണ്ടിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് തീരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. സൂര്യ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി. നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിനക്കിപ്പോ തന്നെ ഒരുപാട് ജോലികളുണ്ടല്ലോ. അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ, നീ എന്തായാലും എൻ്റെ കൂടെ വരൂ. നീലിമ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവനെയും കൂട്ടി നേരെ മുന്നേക്ക് നടന്നു. എങ്കിലും കിരൺ അപ്പോഴെല്ലാം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് നടക്കുന്നതൊന്നും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. സൂര്യയെ എങ്ങനെയെങ്കിലും അവളിൽ നിന്നും അകറ്റണമെന്നാണ് അവൻ ചിന്തിച്ചു കൂട്ടിയത്. അതിന് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് അവന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. സൂര്യയും പ്രിയങ്കയും തമ്മിൽ പ്രണയത്തിലാണെന്ന മട്ടിൽ ഓഫീസിലെ ഗോസിപ്പുകൾ പരക്കുന്നുണ്ടായിരുന്നു. അവൻ സാധാരണ ഓഫീസ് ഗോസിപ്പുകളിലൊന്നും വിശ്വസിക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവന് പ്രിയങ്കയും സൂര്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെന്ന് തോന്നി. അതറിയാൻ വേണ്ടി അവൻ ഓഫീസിൽ തന്നെയുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ചു. കിരൺ ക്യാബിനിലിരിക്കുമ്പോൾ ആ സ്റ്റാഫ് അവിടെ അടുത്തേക്ക് കയറി വന്നു. എന്തു പറ്റി സർ, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? കിരൺ അപ്പോൾ അസ്വസ്ഥമായിരിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യത്തിനാണ് നിന്നെ വിളിപ്പിച്ചത്. എമർജൻസി ഒന്നുമില്ല, താൻ ഇവിടെ ഇരിക്ക്, ഞാനൊരു കാര്യം പറയാം. കിരൺ പറഞ്ഞത് കേട്ട് സ്റ്റാഫ് അവൻ്റെ മുന്നിൽ ചെന്നിരുന്നു. എനിക്ക് സൂര്യയും പ്രിയങ്കയും കുറിച്ചുള്ള ഗോസിപ്പിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതറിയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അതിനെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? കിരൺ ചോദിച്ചത് കേട്ട് സ്റ്റാഫ് പറഞ്ഞു, എനിക്കതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല സർ. പ്രിയങ്കക്ക് സൂര്യ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സൂര്യക്ക് തിരിച്ചങ്ങനെയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സ്റ്റാഫ് പറഞ്ഞത് കേട്ട് കിരൺ അല്പനേരം എന്തോ ഒന്ന് ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം നിന്നോടാരാ പറഞ്ഞത്? തനിക്ക് എങ്ങനെ അറിയാം ഈ കാര്യങ്ങളെല്ലാം? കിരൺ ചോദിച്ചത് കേട്ട് സ്റ്റാഫ് വീണ്ടും പറഞ്ഞു, ഇതൊക്കെ ഓഫീസ് ഗോസിപ്പുകളിൽപ്പെട്ട കാര്യങ്ങളാണ് സർ. പലയിടത്ത് വെച്ച് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. സ്റ്റാഫ് അത്രയും പറഞ്ഞു നിർത്തി. നിനക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്നാണോ നീ കരുതിയത്? കിരൺ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ സ്റ്റാഫിന്റെ മുഖത്ത് വെപ്രാളം പ്രകടമായി. അയാൾക്ക് സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ കിരണിന്റെ ദേഷ്യം കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. സത്യമായിട്ടും ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പ്രിയങ്കക്ക് സൂര്യ ഇഷ്ടമാണെന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. അതുമാത്രമല്ല, സൂര്യ ഫേമസ് ആയതുകൊണ്ട് തന്നെ അവനെ പറ്റിയിട്ട് ഗോസിപ്പുകൾ വരാൻ സാധ്യത കൂടുതലാണല്ലോ. അങ്ങനെ വന്ന കാര്യമാവാം. സ്റ്റാഫ് പറഞ്ഞു നിർത്തിയത് കേട്ട് കിരൺ നിരാശനായി. എങ്കിലും അയാൾക്ക് അല്പം ആശ്വാസം തോന്നി. പ്രിയങ്കയുമായി ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് തന്നെ കിരൺ തീരുമാനിച്ചു. അപ്പോൾ മറുവശത്ത് സൂര്യയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് നീലിമ. അവന്റെ കരിയറിൽ താൻ കാരണം ഒരു പ്രശ്നവും വരാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. കിരണിന് ഇപ്പോൾ തന്നെ സൂര്യയോട് നല്ല ദേഷ്യം കാണും. അത് താൻ കാരണമാണെന്നോർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി. സൂര്യ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിനോട് കിരൺ സർ എന്തോ അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാഡം എതിർത്താൽ മാഡത്തിന് അയാൾ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്നും എനിക്ക് പേടിയുണ്ട്. സൂര്യ ഒന്നും മറച്ചു വെക്കാതെ തന്നെ തൻ്റെ മനസ്സിലുള്ള പേടി തുറന്നു പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. അങ്ങനെയൊന്നും കിരൺ ചെയ്യില്ല. ഞാനിപ്പോൾ അവൻ്റെ സഹോദരൻ്റെ ഭാര്യയല്ലേ. അതുകൊണ്ട് അവൻ അങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കത്തൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത്? നിനക്കിപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിന്റെ കാര്യത്തിൽ മാത്രം നീ ഫോക്കസ് ചെയ്താൽ മതി. മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ നിന്റെ കരിയറിനെ ബാധിക്കും. നീലിമ പറഞ്ഞു കൊടുത്തു. മാഡത്തിന്റെ കാര്യം അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് സൂര്യ. അവൻ പറഞ്ഞത് കേട്ടിട്ട് നീലിമക്ക് വളരെ സന്തോഷം തോന്നി. തൻ്റെ കാര്യത്തിൽ അവൻ അത്രമാത്രം കരുതൽ കാണിക്കുന്നത് കൊണ്ടായിരുന്നു അവൾക്ക് ആ ഒരു സന്തോഷം. മറ്റൊരു കാര്യം അവൾക്കപ്പോൾ ഓർമ്മ വന്നു. പ്രിയങ്ക കുറച്ച് ദിവസമായി ലീവാണെന്ന് കേട്ടത്. എന്താണ് കാരണമെന്നൊന്നും അറിയില്ല. സാധാരണ ലീവായിരുന്നാലും അവൾ നീലിമയുടെ വിശേഷങ്ങളെല്ലാം തന്നെ തിരക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചായി അവൾ യാതൊരുവിധ തരത്തിലും കോണ്ടാക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നീലിമ ചിന്തിച്ചു നോക്കി. പക്ഷേ അവൾക്കതിനുള്ള ഉത്തരം കിട്ടിയില്ല.
അപ്പോൾ മറുവശത്ത് പ്രിയങ്ക തന്റെ വീട്ടിലായിരുന്നു. അവൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ ഈ ഇടയാഴ്ച അവൾ പോവാറില്ല. ആരും അന്വേഷിച്ചു വന്നതുമില്ല. സൂര്യ പോലും ഒന്ന് വിളിച്ചന്വേഷിച്ചില്ല. അതിനെക്കുറിച്ചെല്ലാം അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണ് ബെല്ലടിക്കാൻ തുടങ്ങിയത്. പരിചയമില്ലാത്ത ഒരു പുതിയ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്ന് കണ്ടപ്പോൾ അവൾ ഫോൺ എടുക്കാനൊന്നും മടിച്ചു. കുറച്ചു നേരം റിങ് ചെയ്തതിനു ശേഷമാണ് അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, പ്രിയങ്ക ചോദിച്ചു. മറുവശത്ത് അപ്പോൾ തന്നെ ഒരു ഹലോ തിരികെ കേട്ടു. പക്ഷേ ആൾ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ആലോചിച്ചു നിൽക്കെ തന്നെ മറുവശത്ത് നിന്ന് തന്നെ പറഞ്ഞു, ഞാൻ കിരണാണ്. അല്ല, താനെന്താ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ഓഫീസിലേക്കൊന്നും വരാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലീവാണെന്നാണല്ലോ കേട്ടത്. എക്സ്പ്ലനേഷൻ ഒന്നും കാണാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ നീ ലീവ് എടുത്തത്? അവൻ ചോദിച്ചു. ഫോണിൽ കിരൺ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രിയങ്ക വല്ലാതെ ഭയന്നു. കാരണം കിരൺ പൊതുവെ സൂര്യയോടും അവളോടും ഒട്ടും തന്നെ അടുപ്പം കാണിക്കാറില്ല. അങ്ങനെയുള്ള അയാൾ എന്തിനാണ് ഇപ്പൊ തന്നെ വിളിച്ച് വിശേഷമൊക്കെ തിരക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു. അവൾക്കതിൽ അതിശയം തോന്നി. പ്രിയങ്ക, താൻ കേൾക്കുന്നുണ്ടോ? കിരൺ ചോദിച്ചു. അപ്പോൾ അവൾ ഉടനെ തന്നെ പറഞ്ഞു, യെസ് സർ, കേൾക്കുന്നുണ്ട്. അവളുടെ മറുപടി കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, താൻ എപ്പോഴാണെന്ന് ഫ്രീ ആവുന്നത്? ഒന്ന് നേരിട്ട് കാണേണ്ട കാര്യമുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ പ്രിയങ്ക അല്പനേരം ഒന്ന് ആലോചിച്ചു നിന്നു. അവളുടെ മൗനം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കിരൺ പറഞ്ഞു, നീ എന്താ ഒന്നും പറയാത്തത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ ചോദിച്ചത് കേട്ട് പ്രിയങ്ക ഉടനെ തന്നെ പറഞ്ഞു, അതിന് ഞാൻ നാട്ടിലില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അവൾ പറഞ്ഞത് കേട്ടിട്ട് കിരൺ പൊട്ടിച്ചിരിച്ചു. പ്രിയങ്കയെ, നീ എന്നെപ്പറ്റി എന്താ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ പവർ അറിയാതെയാണോ നീ എന്നോട് ഈ കള്ളം പറയുന്നത്? നീ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന കാര്യം എനിക്കറിയാം. പിന്നെ എന്തിനാ നീ എന്നോട് ഈ കള്ളം പറയുന്നത്? എനിക്ക് നിന്നെ കാണാൻ ആവശ്യമുണ്ട്. പറ്റുമെങ്കിൽ വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തും, കിരൺ പറഞ്ഞു. മുമ്പ് അവൻ പറഞ്ഞത് കേട്ടിട്ട് പ്രിയങ്ക പേടിച്ചു വിറച്ചുപോയി. അവൾക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൾ തരിച്ചു നിന്നുപോയി. കുറച്ചു ദിവസം കമ്പനിയിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ കിരൺ തന്നെക്കുറിച്ച് അന്വേഷിക്കില്ലായിരുന്നു എന്നായിരുന്നു അവൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വരെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നീലിമയോട് തുറന്നു പറഞ്ഞാലോ എന്ന് വരെ പ്രിയങ്ക ചിന്തിച്ചു. പക്ഷേ അതത്ര നല്ലതിനാവില്ല. എത്രയൊക്കെ ആയിരുന്നാലും സിദ്ധാർത്ഥിന്റെ സഹോദരനാണ് കിരൺ. അതാണ് മറക്കാൻ പാടില്ലാത്തതെന്ന് പ്രിയങ്ക ചിന്തിച്ചു. അവൾ അപ്പോൾ തന്നെ നീലിമയെക്കുറിച്ചാണ് ചിന്തിച്ചത്. നീലിമയെ ഒരുപാട് നാളായി കണ്ടിട്ട് അതിനെക്കുറിച്ച് എല്ലാം തന്നെ അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കിരൺ തുടർന്ന്, എന്റെ മുന്നിൽ വരാതെ നിനക്ക് മറിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല പ്രിയങ്ക. നീ തിരികെ വന്നേ പറ്റൂ. എനിക്ക് അല്പനേരം ഒന്ന് സംസാരിക്കാനുണ്ട്. രണ്ടുപേർക്കും അതുകൊണ്ട് ലാഭമേ ഉണ്ടാവുള്ളൂ. കിരൺ പറഞ്ഞത് കേട്ട് പ്രിയങ്ക മിണ്ടാതിരുന്നു. അവൾ അവസാനം പറഞ്ഞു, ശരി, ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നിട്ടും അവൾക്ക് സ്വസ്ഥത കിട്ടിയില്ല. അന്ന് വൈകുന്നേരം നീലിമ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അവൾ പ്രിയങ്കയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയങ്കയെ വിളിക്കാനായി അവൾ ഫോൺ എടുത്തതുമാണ്. പക്ഷേ മറ്റു തിരക്കുകൾ കാരണം അവൾ വിളിക്കാൻ സാധിച്ചില്ല. അന്ന് രാത്രി അശ്വിനും സിദ്ധാർത്ഥിനും വേണ്ടി അവൾ പാചകം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അശ്വിൻ അവന്റെ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അല്പസമയം അശ്വിൻ അരികിലേക്കിരുന്ന് അവൾ ഹോംവർക്ക് ചെയ്യാൻ അവനെ സഹായിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ കുട്ടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ടല്ലോ, അവൾ സ്നേഹത്തോടെ മകനോട് ചോദിച്ചു. അപ്പോൾ അശ്വിൻ പറഞ്ഞു, എന്തായാലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ശീലിക്കുന്നതല്ലേ അമ്മയെ നല്ലത്. അതാകുമ്പോൾ കുഞ്ഞാവ വന്നു കഴിഞ്ഞാലും അമ്മയ്ക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ ബിസിയായിരുന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുമല്ലോ. മല്ലിക മുത്തശ്ശിയും തിരക്കിലല്ലേ, അതുകൊണ്ടാ ഞാൻ സ്വന്തമായി ഹോംവർക്ക് എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങിയത്. കുഞ്ഞാവ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ശീലമാക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അശ്വിൻ പറഞ്ഞത് കേട്ടിട്ട് നീലിമക്ക് വിഷമം തോന്നി. സത്യത്തിൽ അവൻ മറ്റു കുട്ടികളോടും പക്വതയോടുകൂടി തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ നീലിമക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി. അവൾ അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അമ്മ തിരക്കിലായതുകൊണ്ട് മോന് നല്ല വിഷമമുണ്ടാവുമല്ലേ. ഉണ്ടെങ്കിൽ നീ അത് അമ്മയോട് തുറന്നു പറയണം കേട്ടോ. അമ്മയും അച്ഛനുമെല്ലാം അല്പം തിരക്കിലായതുകൊണ്ടാ മോന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അമ്മ ഇനി മോന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോളാം കേട്ടോ, നീലിമ ക്ഷമാപണത്തോടെ പറഞ്ഞു. അത് കേട്ട് അശ്വിൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അതല്ല, ഞാൻ അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. കുഞ്ഞാവ വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല തിരക്കിലായിരിക്കും. ആ സമയം കുഞ്ഞാവ കരയുമ്പോഴൊക്കെ അമ്മക്ക് അമ്മയുടെ വാവയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ. അപ്പോൾ ഞാനും കൂടി അമ്മയെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കുഞ്ഞാവക്ക് എന്തായാലും അമ്മയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ വലിയ കുട്ടിയായില്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. അമ്മ വെറുതെ വിഷമിക്കൊന്നും വേണ്ട, എനിക്കൊരു പ്രശ്നവുമില്ല, അശ്വിൻ പറഞ്ഞു. മകൻ പറഞ്ഞത് കേട്ട് നീലിമ അതിശയത്തോടെ അവനെ നോക്കി. എത്രത്തോളം പക്വതയോടെയാണ് തന്റെ മകൻ സംസാരിക്കുന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നി. അല്പനേരം കൂടി അവന്റെ അരികിലേക്ക് ചെലവഴിച്ചതിനു ശേഷം അവൾ അടുക്കളയിലേക്ക് കടന്നു.
അന്ന് അത്താഴത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി അവൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അടുക്കളയിൽ നിന്ന് അവളുടെ ശബ്ദം കേട്ടപ്പോൾ മല്ലികാമയും അങ്ങോട്ടേക്ക് വന്നു. ഇതിപ്പോ എന്തിനാ മോള് ഫുഡ് ഉണ്ടാക്കുന്നത്? മല്ലികാമ ചോദിച്ചു. മല്ലികാമ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അവൾ മല്ലികാമയെ നോക്കി പുഞ്ചിരിച്ചു. ആന്റി, ഇന്നലെ ഗീതാന്റി എന്തിനാ പോയതെന്ന് മല്ലികാമ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത് മല്ലികാമ അതോർത്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതിയിട്ടാണ്. നീലിമ വീണ്ടും ആ വിഷയം തന്നെ പറയുന്നത് കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ മല്ലികാമ നിന്നു. സത്യത്തിൽ അവർക്ക് അവളോട് ഗീതാമ്മയെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഗീതാമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നീലിമ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ വല്ലാതെ വിഷമിക്കുമെന്ന് മല്ലികാമക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ അവളിൽ നിന്നും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ ആഗ്രഹിച്ചത്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ അവളോടൊന്നും പറയാതിരുന്നത് മുഷിപ്പുണ്ടാക്കുമെന്നും അവർക്ക് തോന്നിയില്ല. മല്ലികാമയുടെ ധർമ്മസങ്കടം ശ്രദ്ധിച്ച് നീലിമ പറഞ്ഞു. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മല്ലികാമ പറയണ്ട. ഞാൻ അത് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കത് അറിയണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി മനസ്സമാധാനം കിട്ടിയേനെ. ഞാൻ കാരണം അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുന്നത് എനിക്ക് സഹിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ചോദിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയില്ല. എന്തായാലും മല്ലികാമ വെറുതെ വിഷമിക്കണ്ട. അതെല്ലാം വിട്ടേക്ക്. നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ പാചകം തുടർന്നു. മല്ലികാമ അന്നേരം മറ്റൊന്നും പറയാതെ അവൾക്കരിലേക്ക് വന്നിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ നാളെ ഇതേ സമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.